നമുക്കെല്ലാം പ്രിയപ്പെട്ട ഹരിദാസേട്ടൻ, ഈ പരിപാടിക്ക് നേതൃത്വം കൊടുത്ത പ്രിയങ്കരനായ ശ്രീ ആര്യാടൻ ഷൗക്കത്ത്, ശ്രീ വീക്ഷണം മുഹമ്മദ്, പ്രിയപ്പെട്ട ശ്രീ പണിക്കരേട്ടൻ, ശ്രീ KP നൗഷാദ് അലി, പ്രിയപ്പെട്ട ശ്രീ VA കരീം, ശ്രീ ദിനേശ്, സദസ്സിലിരിക്കുന്ന ഏറ്റവും ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സ്വാഗത പ്രാസംഗികൻ പറഞ്ഞതുപോലെ ഈ പരിപാടി നൽകുന്ന സന്ദേശം നമുക്കും ഇതിന് കഴിയുമെന്നാണ്. ഞാൻ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഈ പരിപാടിയെക്കുറിച്ച് ഷൗക്കത്തുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര മനോഹരമായിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. അത് വലിയൊരു ചർച്ചയാക്കി ഇന്ന് ദേശീയ രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ട ആളുകളെ മുഴുവൻ മുന്നിൽ അണിനിരത്തിക്കൊണ്ട് അവർക്ക് പറയാനുള്ളത് മുഴുവൻ ഏറ്റവും പ്രിയപ്പെട്ട ഈ സ്ഥലത്ത് വന്ന് അവർ പറയുകയും അതൊരു രാഷ്ട്രത്തിൻ്റെ ശബ്ദമാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമവുമാണ് ഈ നാഷണൽ സെമിനാറിലൂടെ തുടക്കമിട്ടത്. പ്രിയങ്കരനായ ശ്രീ രാഘവേട്ടനും ഈ വേദിയിലേക്ക് വരുന്നുണ്ട്. ഉജ്ജ്വലമായ ഒരു വിജയം, അഭിമാനകരമായൊരു വിജയം നേടിയതിന് ശേഷമുള്ള, പാർലമെൻറ്റിൽ പോയി സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷമുള്ള ആദ്യത്തെ വരവാണ്. ഹൃദയംഗവുമായ സ്വാഗതം അദ്ദേഹത്തിനും ഈ വേദിയിലേക്ക് നൽകിയ. ഇന്ത്യ എഗെയിൻസ്റ്റ് ഇൻടോളറൻസ് എന്നാണ് ഈ സെമിനാറിൻ്റെ ഈ സബ്ജക്റ്റ്. അസഹിഷ്ണുതയ്ക്കെതിരായി നമ്മുടെ രാജ്യം അണിനിരക്കുക എന്നതാണ് ഈ സെമിനാർ നമ്മുടെ രാജ്യത്തോട് ആവശ്യപ്പെടുന്നത്. ഈ അസഹിഷ്ണുത എന്ന് പറയുന്നത് ഇന്ത്യ എന്നുള്ള ആശയവുമായി പൊരുത്തപ്പെടുന്ന ഒന്നല്ല. ദ ഐഡിയ ഓഫ് ഇന്ത്യ എന്നുള്ള ആശയം നമ്മളിന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് നമ്മുടെ ഭരണഘടനയാണ്. ആ ഭരണഘടനയുടെ അടിസ്ഥാനപരമായ മൂല്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് രാജ്യം ചർച്ച ചെയ്യുന്നത്. നമ്മുടെ അഭിമാനത്തോടു കൂടിയാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ നമ്മുടെ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്തത്. അതൊരു മെസ്സേജാണ്. ആ ഭരണഘടന അല്ലെങ്കിൽ ആ ഭരണഘടനയിലെ ആശയങ്ങൾ ഒരു സുപ്രഭാതത്തിൽ ആകാശത്ത് നിന്ന് പൊട്ടി വീണ ആശയങ്ങളല്ല. അത് ഈ രാജ്യത്തിൻ്റെ പാരമ്പര്യത്തോടൊപ്പം, അതിൻ്റെ പൈതൃകത്തോടൊപ്പം പഴക്കമുള്ള ഒന്നാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ രാജ്യത്തിനൊരു പൈതൃകമുണ്ട്, ഒരു പാരമ്പര്യമുണ്ട്. നമ്മൾ 5000 വർഷങ്ങൾ എന്നാണ് അത് വിശേഷിപ്പിക്കപ്പെടുന്നത്. ആ 5000 വർഷക്കാലത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ എല്ലാ മതവിഭാഗങ്ങളും ഇന്ത്യയിലെ ഭരണത്തിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ഹിന്ദുക്കളുണ്ട്, മുഗളന്മാരുണ്ട്, രജപുത്രന്മാരുണ്ട്, മാറി മാറി വന്ന ഒരുപാട് ആളുകൾ അധികാരത്തിൽ ഇരുന്നിട്ടുണ്ട്. അവരെല്ലാവരും ഇന്ത്യയിൽ ജനിച്ചവരൊന്നും ആയിരുന്നില്ല. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന എല്ലാ സംസ്കാരങ്ങളോടും ജനപദങ്ങളോടും വിമുഖമായിട്ടല്ല രാജ്യം നിന്നത്. അവരെ ഇരുകൈകളും നീട്ടി സ്വീകരിച്ച മഹിതമായ ഒരു പാരമ്പര്യമാണ് നമ്മുടെ രാജ്യത്തിനുള്ളത്. ഞാൻ മനു എസ് പിള്ളയുടെ റിബൽ സുൽത്താൻ എന്ന പുസ്തകം വായിച്ചപ്പോൾ അതിൽ പറയുന്നു, അന്നത്തെ അബീസീനിയ, അതായത് ഇന്നത്തെ എത്യോപ്യ, ആ അബീസീനിയയിൽ നിന്നും അന്ന് മനുഷ്യ അടിമകളെ കൊണ്ടുവരും, കപ്പലിൽ അടിമകളെ കൊണ്ടുവരും. അങ്ങനെ അബീസീനിയയിൽ നിന്നും അന്ന് അടിമയായി വന്ന ഒരാൾ പിന്നെ ബിജാപൂരിലെ സുൽത്താനായിട്ടുണ്ടെന്നാണ്. അപ്പോൾ രാജ്യം അതായിരുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന എല്ലാത്തിനെയും കൈനീട്ടി സ്വീകരിച്ച ഒരു പാരമ്പര്യം. സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പൊതുവായ നമ്മുടെ സമീപനം എന്ന് പറയുന്നത് ഇതായിരുന്നു. അതിൻ്റെ തുടർച്ചയാണ് ദേശീയ പ്രസ്ഥാനം. അതിൻ്റെ തുടർച്ച, ആ പാരമ്പര്യത്തിൻ്റെ തുടർച്ചയാണ് ദേശീയ പ്രസ്ഥാനം. ദേശീയ പ്രസ്ഥാനം എന്താണ് ചെയ്തത്? ഗാന്ധിയും നെഹ്റുവും ചെയ്തത് രാജ്യം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് എല്ലാവരെയും കണ്ട് എല്ലാവരുടെയും ആ ആശയങ്ങളെ, ആദർശങ്ങളെ എല്ലാം ചേർത്ത് നിർത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇപ്പോൾ കേരളം പോലുള്ള ഒരു ചെറിയ സംസ്ഥാനത്ത് വന്ന് 33 സ്ഥലങ്ങളിലാണ് ഗാന്ധി പ്രസംഗിച്ചിട്ടുള്ളത്. അന്ന് ഇതുപോലെ പ്ലെയിനില്ല വരാൻ വേണ്ടി. അന്ന് തീവണ്ടിയിലെ 3ാം ക്ലാസ് കമ്പാർട്ട്മെന്റിൽ കയറിയാണ് വന്നത്. നമ്മൾ പോലും ഇന്ന് വരെ പോകാത്ത കൽപ്പറ്റയിലെ ഒരു സ്ഥലത്ത് അവിടെ ഒരു സ്മാരകമുണ്ട്, ഗാന്ധി വന്ന സ്ഥലം. തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ട്, കൊല്ലത്ത് വന്നിട്ടുണ്ട്, ആലപ്പുഴയിൽ വന്നിട്ടുണ്ട്, എല്ലായിടത്തും വന്നിട്ടുണ്ട്, എല്ലാ സ്ഥലങ്ങളിലും വന്നിട്ടുണ്ട്. അന്ന്
സാമൂഹ്യ പരിഷ്കരണത്തിന്, സാമൂഹ്യ നവോത്ഥാനത്തിന് നേതൃത്വം കൊടുത്ത ശ്രീനാരായണ ഗുരുദേവനുമായി സംഭാഷണം നടത്തി ഗാന്ധി. അന്ന് അധസ്ഥിതരുടെ പടത്തലവനായിരുന്ന അയ്യങ്കാളിയുമായി ഡയലോഗുണ്ടായി ഗാന്ധി. വൈക്കം സത്യാഗ്രഹത്തിൽ ആനന്ദതീർത്ഥ സ്വാമികളായി സംസാരിച്ചു. വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണയുമായി അവിടെ എത്തി. വൈക്കത്ത് അമ്പലത്തിന് ചുറ്റും സാധാരണക്കാർക്ക് വഴി നടക്കാൻ അനുവദിക്കില്ല എന്ന് പറയുന്ന ഇല്ലത്തെ നമ്പൂതിരിയെ ആ ഇല്ലത്തിന്റെ മുറ്റത്ത് വന്ന്, ഗാന്ധി പാസിയായതുകൊണ്ട് ഇല്ലത്തേക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞപ്പോൾ മുറ്റത്ത് വന്ന് സംസാരിച്ചോളാം എന്ന് പറഞ്ഞ് ജനാലയുടെ ഒരു വാതിൽ തുറന്നിട്ട് അകത്തിരുന്ന ആ നമ്പൂതിരി സംസാരിക്കുമ്പോൾ ഈ പാവങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ആ മനുഷ്യൻ അവിടെ കൈകൾ കൂപ്പി നിന്നു. ഇവരെല്ലാവരോടും സംസാരിച്ചപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ അദ്ദേഹം ഹരിജൻ എന്നുള്ള മാസികയിൽ എഴുതി, സ്വാതന്ത്ര്യത്തിലേക്കുള്ള നമ്മുടെ ഈ മൂവ്മെന്റ്, നമ്മുടെ ഈ പ്രസ്ഥാനം കേവലം രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് മാത്രമുള്ളൊരു മൂവ്മെന്റ് അല്ല. അത് നൂറ്റാണ്ടുകളോളം ജീവിതത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ മാത്രം ജീവിക്കാൻ വിധിക്കപ്പെട്ട ജനസമൂഹങ്ങളെ ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി നടത്തിയ ശ്രമമാണ്. അബ്ദുറഹ്മാൻ സാഹിബിന്റെ നാമധേയത്തിലുള്ള ചെയറിലാണ് ഈ പരിപാടി നടത്തുന്നത്. അബ്ദുറഹ്മാൻ സാഹിബ് നൽകിയ ആ ലെഗസി എന്താണ്? ഈ മലബാറിലെ മുഴുവൻ ആളുകൾക്കും അഭിമാനത്തോടു കൂടി ഓർക്കാൻ കഴിയുന്ന നാമധേയമാണ്. ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള ആ പോരാട്ടം, വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം. എന്തെല്ലാമാണ് 46 വയസ്സിൽ വരെ ജീവിച്ച മനുഷ്യന്റെ ജീവിതത്തിലുള്ളത്. 9.5 വർഷക്കാലം ജയിലിലായിരുന്നു. എന്തിനാണ്? ഒരുപാട് 46 വർഷത്തിൽ 9.5 വർഷക്കാലം ജയിലിലായിരുന്നു. ബാക്കിയുള്ള സമയത്ത് ചെയ്ത കാര്യങ്ങൾ, മമ്പുറം തങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ, മലബാർ കലാപം നടന്ന സമയത്ത് അതിനെ ശാന്തമാക്കാൻ, ആൻഡമാൻ സ്കീമിനെതിരായിട്ടുള്ള പോരാട്ടം നടത്തിയ അദ്ദേഹത്തെ തന്നെ ആൻഡമാനിലെ ജയിലിലാക്കി. എന്തൊരു സംഭവബഹുലമായ ജീവിതമായിരുന്നു. അവർക്കെല്ലാം അതിന് ആവേശം പകർന്നു കൊടുത്തത് ഈ പാരമ്പര്യമാണ്, ഈ ലെഗസിയാണ്. അതാണ് നമ്മുടേത്, അതാണ് നമ്മുടെ ആശയം. ഇന്ത്യ എന്നുള്ള ആശയം എല്ലാവരെയും നമ്മൾ ചേർത്ത് പിടിക്കുന്ന ഒരാശയം. ഇന്ന് ഒരാശയവുമായി നമ്മൾ ഏറ്റുമുട്ടുന്നു. ഐഡിയോളജിക്കൽ ഫൈറ്റാണ്, പ്രത്യയശാസ്ത്രപരമായ ഏറ്റുമുട്ടലാണ്, വിട്ടുവീഴ്ചയില്ലാത്ത ഒരു ഏറ്റുമുട്ടലാണ്. ആ ആശയം എന്ന് പറയുന്നത് രാജ്യത്തെ ഭിന്നിപ്പിക്കാനുള്ള ആശയമാണ്. നമ്മുടെ ആശയം രാജ്യത്തെ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, എല്ലാവരെയും ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ടുള്ള ആശയമാണ്. സ്വാതന്ത്ര്യ സമരകാലത്തും സ്വാതന്ത്ര്യ സമരത്തിന് ശേഷവും നമ്മൾ നടത്തിയത് അതാണ്. ഇന്നിപ്പോൾ ചെയ്യുന്നത് എന്താ? ഇന്ന് എവിടെയെല്ലാം ഭിന്നിപ്പിന്റെ വിത്തുകൾ പാകാൻ കഴിയുമോ? ഇപ്പോൾ കുനാൽ പുരോഹിതന്റെ ഒരു പുസ്തകമുണ്ട്, ലേറ്റസ്റ്റ്, ഹിന്ദുത്വ പോപ്പ് സ്റ്റാർസ് എന്നാണ്. മനഃപൂർവ്വമായി പ്ലാൻ ചെയ്ത് കവി സമ്മേളനങ്ങളിൽ, പ്രസംഗങ്ങളിൽ ചില ആളുകളെ ട്രെയിൻ ചെയ്ത് വിടുകയാണ്. അവർ വസ്തുതാപരമായ തെറ്റുകൾ കൊണ്ടുണ്ടാക്കിയ ആശയങ്ങളെ സാധാരണക്കാരൻ്റെ മനസ്സിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഒരു കാര്യം പറഞ്ഞത്, അത്തരം ആളുകൾ പോയി നിരന്തരമായി രാജ്യത്തെല്ലായിടത്തും, പ്രത്യേകിച്ച് ഹിന്ദുക്കളുടെ ഇടയിൽ പ്രചരിപ്പിക്കുന്നത്. ഇവിടെ അത് തന്നെയാണ് പ്രധാനമന്ത്രി രാജസ്ഥാനിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രസംഗിച്ചത്. അവരുടെ ഒരു ആശയമാണ്. അവർ പ്രചരിപ്പിക്കുന്ന വസ്തുത അടിസ്ഥാനമില്ലാത്തൊരു ആശയമാണ്. എന്താണ്? മുസ്ലിങ്ങളുടെ പോപ്പുലേഷൻ വർദ്ധിക്കുന്നു, അവരെല്ലാം ചൈൽഡ് പ്രൊഡ്യൂസിങ് കമ്പനികളാണ് ഓരോ കുടുംബങ്ങളും. 2050 ആകുമ്പോഴേക്കും ഇന്ത്യയിലെ ഹിന്ദുക്കളെ മറികടന്ന് മുസ്ലിങ്ങളുടെ ജനസംഖ്യ വർദ്ധിക്കും. അതൊരു പ്രധാനമന്ത്രി പറയുകയാണ്. താഴെ തട്ടിൽ നിന്നും അവർ കുത്തിവെച്ച ഒരു ആശയത്തെ പ്രചരിപ്പിക്കാൻ, സാധാരണക്കാരായ ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിച്ച ഒരു ആശയത്തെ ഒരു പ്രധാനമന്ത്രി പറയുകയാണ്. പ്രധാനമന്ത്രി ആരാ? കസ്റ്റോഡിയൻ ഓഫ് ഡോക്യുമെന്റ്സ് ആണ്. രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട ഡോക്യുമെന്റിന്റെ കസ്റ്റോഡിയൻ കൂടിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ആ പ്രധാനമന്ത്രിയുടെ കയ്യിൽ ഏറ്റവും അവസാനത്തെ സെൻസസ്, 2011 സെൻസസ് എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റ്, അതിന്റെ കസ്റ്റോഡിയൻ കൂടിയാണ് പ്രധാനമന്ത്രി. ആ സെൻസസിൽ പറയുന്നത് എന്താ? ഇന്ത്യയുടെ പോപ്പുലേഷൻ എല്ലാ കമ്മ്യൂണിറ്റിയുടെയും താഴോട്ട് വന്നുകൊണ്ടിരിക്കുക. അതിൽ ഏറ്റവും കൂടുതൽ ഡിക്ലൈനിങ് പോപ്പുലേഷൻ ഉള്ളത് ആർക്കാ? മുസ്ലിം കമ്മ്യൂണിറ്റിക്കാണ്. 5.1 ആണ്. ഹിന്ദുക്കളുടെ പോപ്പുലേഷൻ കുറയുന്നത് 3.2 ആണ്. എല്ലാവരുടെയും ഡിക്ലൈനിങ് ആണ്, എല്ലാവരുടെയും പോപ്പുലേഷൻ കുറയുകയാണ്. അതിൽ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ കുറയുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെയാണ്. ആ വസ്തുതാപരമായ
ഡോക്യുമെന്റ് വെച്ചുകൊണ്ട് ആ ഡോക്യുമെന്റിന്റെ കസ്റ്റോഡിയൻ പറയുകയാണ്. വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ, അവരുടെ പ്രചരണത്തിന്റെ രീതി അതാണ്. അവർ ക്രൈസ്തവരെ കുറിച്ച് പറയുന്നത്, ക്രൈസ്തവർ രാജ്യത്തുള്ള എല്ലാവരെയും കൺവേർട്ട് ചെയ്ത് അവരുടെ പോപ്പുലേഷൻ വർദ്ധിപ്പിക്കുന്നു എന്നാണ്. 94 മുൻ പ്രധാനപ്പെട്ട IAS ഉദ്യോഗസ്ഥന്മാർ പ്രധാനമന്ത്രിക്ക് ഒരു കത്ത് നൽകി. ആ കത്തിൽ അവർ പറയുന്നുണ്ട് 1951 ഇന്ത്യയിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ പോപ്പുലേഷൻ 2.37. 2011 സെൻസസിൽ ഇന്ത്യയിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ പോപ്പുലേഷന്റെ പെർസെന്റേജ് 2.37 കുറഞ്ഞു. അപ്പൊ അവര് കൺവേർട്ട് ചെയ്ത ആളുകളെ കൂട്ടുകയാണോ? അത് അവർക്കെതിരായിട്ട് ഒരു നെറേറ്റീവ് ഉണ്ടാക്കിയ, അവര് കൺവേർട്ട് ചെയ്യുന്നവരാണ്, അവര് ആളുകളെ മാറ്റുന്നവരാണ്. അപ്പൊ അവർക്കെതിരായിട്ട് ഹിന്ദുക്കൾ, യഥാർത്ഥത്തിൽ ഇവർ കളിപ്പിക്കുന്നത് ആരാ? ഹരിദാസേട്ടൻ പറഞ്ഞ ഹിന്ദുക്കളെയാണ് ഇവർ കളിപ്പിക്കുന്നത്. ഹിന്ദുക്കളെയാണ് തെറ്റായ കാര്യങ്ങൾ പറഞ്ഞ് അവർ പ്രേരിപ്പിക്കുന്നത്. അവരുടെ രീതി ഇപ്പൊ അവരെന്താ ചെയ്യുന്നത്? ഡൽഹിയിൽ കലാപം ഉണ്ടായപ്പോൾ ഡൽഹിയിൽ ഒരു വിഭാഗം ആളുകളുടെ മാത്രം ബുൾഡോസർ കൊണ്ടുവന്ന് നിരത്തി, വീടുകൾ നിരത്തി. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം UP-യിലെ അക്ബർ നഗറിൽ അവർ ബുൾഡോസർ കൊണ്ടുവന്ന് 1800ഓളം കുടുംബങ്ങളെ, ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ കുടുംബങ്ങളെയും അവരുടെ ബിസിനസ് സ്ഥാപനങ്ങളെയും തകർത്തു. ബുൾഡോസർ രാജാണ്. ഈ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ ഈ ബുൾഡോസർ രാജ് പണ്ടുണ്ട്. എന്നാണ് ബ്രിട്ടീഷുകാരാണ് ചെയ്തത്. ആർക്കെതിരെ? ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ അടിച്ചമർത്തിയതിനു ശേഷം ഇന്ത്യയുടെ തലസ്ഥാന നഗരമായ ഡൽഹിയിൽ ബ്രിട്ടീഷുകാർ ചെയ്തത് ഈ ബുൾഡോസർ രാജാണ്. അവർ ചെയ്തത് ഹിന്ദുക്കളെയും മുസൽമാന്മാരെയും ഒരുമിച്ച് അവരുടെ സ്ഥാപനങ്ങളെ മുഴുവൻ ഈ ബുൾഡോസർ കൊണ്ട്, അന്നത്തെ ബുൾഡോസർ കൊണ്ട് ഇടിച്ച് നിരത്തുകയായിരുന്നു. അന്നെന്താ ചെയ്തത്? അന്ന് ഒരുമിച്ചാണ് ആ സ്വാതന്ത്ര്യ സമരത്തിന് പോയത്. ഹിന്ദുക്കളും മുസൽമാന്മാരും കൈകോർത്ത് കുടിച്ചു കൊണ്ടാണ് പോയത്. സ്കൾ ഓഫ് ആലംബഗ് എന്ന് പറയുന്ന ടിം എ വൈറ്റ്നർ എന്ന് പറയുന്ന ഒരു ചരിത്രകാരൻ്റെ ഒരു പുസ്തകമുണ്ട്. അയർലൻഡിലെ ഒരു പബ്ബിൽ നിന്നും ഒരു തലയോട്ടി കിട്ടുന്നു. ആ തലയോട്ടി അന്വേഷിച്ച് ഈ ചരിത്രകാരൻ യാത്ര ചെയ്യുന്നതാണ്. അദ്ദേഹം ബ്രിട്ടീഷ് ആർക്കൈവ്സിലെത്തി, ഡൽഹി ആർക്കൈവ്സിലെത്തി, അവസാനം സിയാൽകോട്ടിലെത്തി, അന്വേഷിക്കുകയാണ്. അപ്പം എന്താണ്? ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തി, ക്രൂരമായി അടിച്ചമർത്തി, ഹിന്ദുക്കളെയും മുസൽമാന്മാരെയും ഒരുമിച്ച് അടിച്ചമർത്തി. എന്നിട്ട് ഇവരെയെല്ലാം തടവിലാക്കി ഒരു മൈതാനത്ത് കൊണ്ടുവന്ന് വെടിവെച്ച് കൊന്നാൽ അവരുടെ ബന്ധുക്കൾ പുറത്ത് കാത്തു നിൽക്കും. അവരുടെ ശവശരീരങ്ങൾ ഹിന്ദുക്കൾ അവരുടെ ബന്ധുക്കളുടെ ശവശരീരങ്ങൾ എടുത്തുകൊണ്ടുപോയി ഹൈന്ദവാചാരപ്രകാരം സംസ്കരിക്കും. മുസ്ലിങ്ങൾ പുറത്ത് കാത്തു നിന്ന് അവരുടെ ബന്ധുക്കളുടെ ശവശരീരങ്ങൾ ഇസ്ലാമിക ആചാരപ്രകാരം ആ മയ്യത്ത് മറവ് ചെയ്യും. ഇത് കണ്ട ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന് കലിയിളകി. അയാൾ പീരങ്കിയുടെ മുന്നിൽ ഹിന്ദുക്കളെയും മുസൽമാന്മാരെയും ഒരുമിച്ച് കെട്ടിവെച്ചു. എന്നിട്ട് പീരങ്കിക്ക് തീ കൊടുത്തു. ഇവരുടെ എല്ലാം ശവശരീരങ്ങൾ ചിതറി ആ ഗ്രൗണ്ടിൽ വീണു. ബന്ധുക്കൾ ഒരു നിമിഷം സ്തംഭിച്ചു നിന്നു. ആർക്കും ആരുടേതെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഈ മൃതദേഹങ്ങൾ കൊണ്ടുപോയി എങ്ങനെ മതാചാരപ്രകാരം സംസ്കരിക്കും? പക്ഷെ ഒരു നിമിഷമേ അവർ കാത്തു നിന്നുള്ളൂ. പിന്നെ അവരെല്ലാവരും ചേർന്ന് ഒരുമിച്ച് ഈ ശവശരീരങ്ങളുടെ അവശിഷ്ടങ്ങൾ ഒരുമിച്ച് ശേഖരിച്ച് ഒരുമിച്ച് പോയി ഹൈന്ദവാചാരപ്രകാരവും ഇസ്ലാമികാചാരപ്രകാരവും സംസ്കരിച്ചുകൊണ്ടാണ് അവർ ബ്രിട്ടീഷുകാർക്ക് തിരിച്ചടി കൊടുത്തത്. അപ്പോൾ ഈ ആലംബഗ് എന്ന് പറയുന്നത് ഒരു സീപ്പോയി ആയിരുന്നു. ആ സീപ്പോയിയുടെ അന്ന് ഈ സോവനീർ കൊണ്ടുപോകും. രാജ്യം വിട്ട് റിട്ടയർ ചെയ്ത് തിരിച്ചു പോകുമ്പോൾ പട്ടാള ഉദ്യോഗസ്ഥന്മാർ അന്ന് കൊണ്ടുപോയിരുന്നത് അവർ കൊന്ന, നിങ്ങൾ കണ്ടിട്ടില്ലേ പണ്ട് കടുവയെ കൊന്നിട്ട് കടുവയുടെ മീതെ തോക്കുമായിട്ട് നിൽക്കുന്ന ആളുകളുടെ ഫോട്ടോ എന്നുപോലെ അവർ കൊന്ന ഒരാളുടെ തലയോട്ടിയാണ് സോവനീറായിട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ അവർ കൊന്ന ഈ ആലംബഗ് എന്ന് പറയുന്ന സീപ്പോയിയുടെ ഈ തലയോട്ടിയുമായിട്ടാണ് നാട്ടിലേക്ക് സോവനീറായിട്ട് പോയത്. അതെവിടെയോ നഷ്ടപ്പെട്ടിട്ടാണ് ഐറിഷ് പബ്ബിൽ വന്നത്. ആ തലയോട്ടി അന്വേഷിച്ചുള്ള ആ ചരിത്രകാരൻ്റെ യാത്രയിലാണ് ഒരു സ്വാതന്ത്ര്യ സമരത്തിലെ മതസൗഹാർദ്ദവും ഇന്ത്യക്കാർ തമ്മിലുള്ള പരസ്പര സ്നേഹവും മുഴുവൻ പ്രതിഫലിക്കപ്പെട്ടത്. എത്രയോ സംഭവങ്ങൾ. ഷഹനായിയുടെ ചക്രവർത്തിയായ ബിസ്മില്ലാ ഖാൻ ആരാ? കാശിയിലാണ് അദ്ദേഹം ജീവിക്കുന്നത്. ലോകപ്രസിദ്ധനാണ്. ന്യൂയോർക്കിൽ നിന്ന് വന്ന, ലണ്ടനിൽ നിന്ന് വന്ന
പത്രപ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തിനാണ് ഈ പൗരാണിക നഗരത്തിൽ ജീവിക്കുന്നത്? നിങ്ങൾക്ക് ന്യൂയോർക്കിലേക്ക് വരാൻ പാടില്ലേ? നിങ്ങൾക്ക് ലണ്ടനിലേക്ക് വരാൻ പാടില്ലേ? നിങ്ങൾക്ക് പണവും പ്രശസ്തിയും കൂടുതൽ കിട്ടും. ഏറ്റവും കുറഞ്ഞത് നിങ്ങൾക്ക് ഡൽഹിയിലെങ്കിലും വന്ന് താമസിക്കാൻ പാടില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ബിസ്മില്ലാ ഖാൻ പറഞ്ഞൊരു പരിപാടിയുണ്ട്. കാശി ഏതാ സ്ഥലം? കാശി പുണ്യനഗരമാണ് ഹിന്ദുക്കളുടെ, അല്ലേ? കാശി വിശ്വനാഥൻ്റെ സ്ഥലമാണ്. ബിസ്മില്ലാ ഖാൻ പറഞ്ഞ മറുപടി, ഞാൻ എൻ്റെ കാശി വിശ്വനാഥനെ വിട്ട് എങ്ങോട്ടും ഇല്ല എന്നാണ്. കാശി വിശ്വനാഥൻ്റെ ഉത്സവം ആരംഭിക്കണമെങ്കിൽ ബിസ്മില്ലാ ഖാൻ്റെ കുടുംബത്തിൽ നിന്ന് വന്ന ഒരാൾ ഷെഹനായി വായിക്കണം. അതാണ് നമ്മുടെ പാരമ്പര്യം. ഒരുമിച്ചാണിരുന്നു എല്ലാം, പരസ്പരം സ്നേഹിച്ചും പരസ്പരം സഹകരിച്ചും ഒരുമിച്ച് നിന്നും കൊണ്ടുപോയ ഒരു രാജ്യത്തെ ആദ്യം ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചത് ബ്രിട്ടീഷുകാർ. ഇന്ന് ഭരണകൂടത്തിൽ ഇരിക്കുന്ന ആളുകൾ ബ്രിട്ടീഷുകാരുടെ അതേ പാതയിൽ സഞ്ചരിക്കുന്നു. നമ്മുടെ ലോകത്തിൻ്റെ ഈ സമീപകാലത്തെ ഏറ്റവും ഭയാനകമായ കാലമേതാ? ഏറ്റവും ഭയാനകമായ കാലം ഒന്നാം ലോക മഹായുദ്ധത്തിനും രണ്ടാം ലോക മഹായുദ്ധത്തിനും ഇടയിൽ ലോകത്തിലുണ്ടായ കാലമാണ്. കോടിക്കണക്കിന് മനുഷ്യർ കൊല ചെയ്യപ്പെടുകയും ജയിലുകളിൽ അടയ്ക്കപ്പെടുകയും, എവിടെയാണെങ്കിലും, സൈബീരിയയിലാണെങ്കിലും ഗുലാഗുകൾ ആണെങ്കിലും പോയ്സൺ ചേംബറുകളിലാണെങ്കിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മനുഷ്യരെ ക്രൂരമായി കൊന്നൊടുക്കിയ ഏകാധിപതികളായ ഭരണാധികാരികൾ അവരുടെ ഏറ്റവും പരമോന്നതമായ സ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് മനുഷ്യരെയും മനുഷ്യവംശങ്ങളെയും ഇല്ലായ്മ ചെയ്യാൻ നടത്തിയ ക്രൂരമായ ശ്രമങ്ങളാണ് നമ്മുടെ ലോക ചരിത്രത്തിലെ ഏറ്റവും കറുത്ത അധ്യായം. ഇന്നിപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഞാൻ പറയുന്നു, 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ എന്താണ് ലോകത്ത് സംഭവിച്ചത്, അത് തന്നെ 21-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിലും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഭീതിതമായ കാഴ്ചയാണ് കാണുന്നത്. ഇത് ഇന്ത്യയിലെ മാത്രം ട്രെൻഡല്ല. എക്രോസ് ദ വേൾഡ്, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇതുപോലുള്ള ഭരണാധികാരികളും ഇതുപോലുള്ള നാഷണലിസ്റ്റ് പോപ്പുലിസ്റ്റ് ആശയങ്ങളും മുന്നോട്ട് വെച്ചുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്ന ഭരണാധികാരികളുടെയും ആശയങ്ങളുടെയും ഒരു കുത്തൊഴുക്കാണ് ഇന്ത്യയിൽ നടക്കുന്നത്. നിങ്ങൾ ഹിറ്റ്ലറെ ഏറ്റവും കൂടുതൽ ആളുകളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്ത ഗീബൽസ്. ആരായിരുന്നു ഗീബൽസ്? പ്രൊപ്പഗാൻഡ മിനിസ്റ്റർ. ഒരു കള്ളം 1000 വട്ടം പറഞ്ഞാൽ സത്യമായി മാറും എന്ന് വിശ്വസിച്ചിരുന്ന പ്രൊപ്പഗാൻഡ മിനിസ്റ്റർ. അദ്ദേഹം ശരിക്ക് ഇങ്ങനെ കാലിനൊരു വളവുണ്ട് നടക്കുമ്പോൾ. അദ്ദേഹം ജർമ്മനിയിലെ ജനങ്ങളെ മുഴുവൻ പറഞ്ഞ് വിശ്വസിപ്പിച്ചു, ജർമ്മനിയും ഫ്രാൻസും തമ്മിലുള്ള യുദ്ധത്തിനിടയിൽ തടവുകാരനായി പിടിക്കപ്പെട്ട ഗീബൽസിനെ ടോർച്ചർ ചെയ്തു ഫ്രഞ്ച് പട്ടാളം. അങ്ങനെയാണ് എൻ്റെ കാലിങ്ങനെ വയ്യാതായതെന്ന് പറഞ്ഞു. സത്യത്തിൽ അതായിരുന്നില്ല. അദ്ദേഹം ജന്മനാ തന്നെ അദ്ദേഹത്തിന് ഈ പ്രോബ്ലം ഉണ്ടായിരുന്നു. പക്ഷെ ജർമ്മനിയിലെ ജനതയെ, അപ്പോൾ ഒരു രാജ്യം മറ്റൊരു രാജ്യവുമായിട്ടുള്ള യുദ്ധത്തിൽ ഈ നാട്ടിലെ ഒരാൾ തടവുകാരനായി പിടിച്ച് അവിടുത്തെ പട്ടാളം ഇയാളെ ടോർച്ചർ ചെയ്തെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്നേഹവും സിമ്പതിയും ഉണ്ട്. അയാൾ ഇല്ലാത്ത കാര്യം പറഞ്ഞത് ഉണ്ടാക്കി. അയാൾ ഹിറ്റ്ലറെ അവതരിപ്പിച്ചു, ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചു. ഹിറ്റ്ലർ യോഗത്തിലേക്ക് വരുമ്പോൾ ഭയങ്കര ഡ്രം ബീറ്റ്സ്, ലൈറ്റ്സൊക്കെ വലിയ ഓണായി, വല്ലാത്തൊരു വേറൊരു ട്രാൻസ് മൂടെന്ന് പറയില്ലേ, വല്ലാത്തൊരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഇയാൾ വലിയ ഒറേറ്ററാണ്, ഇയാളിങ്ങനെ സംസാരിക്കും. അപ്പോൾ ജർമ്മൻ ജനതയ്ക്ക് എപ്പോഴും ലോകത്ത് ഇത്തരം ആളുകൾ കടന്നു വരുന്നതൊരു സോഷ്യോ ഇക്കണോമിക് ടെൻഷൻസ് ഉള്ള കാലത്താണ്. സാമൂഹ്യവും സാമ്പത്തികവുമായ തകർച്ച ലോകത്തുണ്ടാകുന്ന കാലത്താണ് ഇത്തരം ശക്തികൾ വരുന്നത്. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ജർമ്മനിയെ ഒറ്റപ്പെടുത്താൻ, ഞാനിത് ജർമ്മനിയുടെ ചരിത്രം പറയാൻ എന്താണെന്ന് നിങ്ങൾ ചോദിച്ചാൽ സമാനതകളാണ്. അവരെ ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ലോകരാജ്യങ്ങളെല്ലാം ശ്രമിക്കുന്നൊരു കാലത്താണ് ഇയാൾ വരുന്നത്. അവർക്ക് കടന്നു വരാൻ എപ്പോൾ നമ്മൾ സംഘർഷങ്ങളും അനിശ്ചിതത്വങ്ങളും ഉള്ളപ്പോൾ ഇതുപോലുള്ള ശക്തികൾ കടന്നു വരും. അന്ന് ഗീബൽസ് ആയിരുന്നു ഇത്തരം ആളുകളെ പ്രസന്റ് ചെയ്തിരുന്നത്. അന്ന് ഒരു ഗീബൽസ് ഉണ്ടായിരുന്നു. ഇന്ന് ആയിരക്കണക്കിന് ഗീബൽസുമാരാണ് PR ടീം എന്ന പേരിൽ ഇറങ്ങിയിരിക്കുന്നത്. അവരാണ് ഇപ്പോഴത്തെ ഗീബൽസുമാർ. PR ടീം ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ്, വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞ് അവർ തെറ്റിദ്ധരിപ്പിക്കും. ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയ കൂടിയുണ്ട്. ആ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അപകടകരമായ രീതിയിലേക്ക് പോവുകയാണ്. സോഷ്യൽ മീഡിയ മാത്രമല്ല, നമുക്കറിയാം നമ്മുടെ കാലത്ത് പ്രിന്റ് മീഡിയ, പിന്നെ വിഷ്വൽ മീഡിയ, പിന്നെ സോഷ്യൽ മീഡിയ, ഇപ്പം ക്ലൗഡ് മീഡിയയിലേക്ക് പോവുകയാണ്. അവരാണിതെല്ലാം കൈകാര്യം ചെയ്യാണ്, ആളുകളെ കൈകാര്യം ചെയ്യാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൂടി വന്നിരിക്കുകയാണ്.
ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. നമ്മുടെ നോബൽ സമ്മാനം, സമാധാനത്തിന് നോബൽ സമ്മാനം കിട്ടിയ ഒരു പത്രപ്രവർത്തകയുണ്ട്, മരിയ റേസയുടെ ഒരു മനോഹരമായ പുസ്തകമുണ്ട്, ഹൗ ടു സ്റ്റാൻഡ് അപ്പ് ടു എ ഡിക്റ്റേറ്റർ. ഒരു ഏകാധിപതിയെ എങ്ങനെ ചെറുത്ത് നിൽക്കാമെന്നുള്ള അതിമനോഹരമായ പുസ്തകമാണ്. ഫിലിപ്പൈൻസിൽ ഒരു ഏകാധിപതിയുമായി അവർ യുദ്ധത്തിലായിരുന്നു. അവരുടെ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി, അവരെ ജയിലിലാക്കി. പക്ഷെ അവർ ഫൈറ്റ് ചെയ്താണ് അവസാനം നോബൽ പ്രൈസ് അവർക്ക് കിട്ടിയത്. അവർ ഈ സോഷ്യൽ മീഡിയയെ, ഈ പുതിയ കാലത്തെ ഇതുപോലുള്ള നേതാക്കൾ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്നുള്ള റിസർച്ച് നടത്തിയപ്പോൾ ഇന്ത്യയിൽ, ട്രംപിൻ്റെ കാലത്ത് അമേരിക്കയിൽ ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങളിൽ സോഷ്യൽ മീഡിയയെ എത്ര ഭംഗിയായിട്ടാണ് മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. ഇപ്പം എൻ്റെ അക്കൗണ്ട് നിരീക്ഷിച്ചാൽ എനിക്കിഷ്ടമുള്ള ഏത് തരത്തിലുള്ള സംഗീതമാണ് എനിക്കിഷ്ടം, ഏത് തരത്തിലുള്ള നാടകമാണ് എനിക്കിഷ്ടം, ഏത് തരത്തിലുള്ള സിനിമയാണ് എനിക്കിഷ്ടം, ഏത് തരത്തിലുള്ള ന്യൂസുകൾ കേൾക്കുന്നതാണ് എനിക്കിഷ്ടം, എന്തിനോടാണ് എനിക്ക് താല്പര്യം എന്ന് വളരെ പെട്ടെന്ന് എന്നെ അസസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് എനിക്കിഷ്ടമുള്ള കാര്യങ്ങളിലൂടെ, എനിക്കിഷ്ടമുള്ള മീഡിയത്തിലൂടെ അവർക്കിഷ്ടമുള്ള കാര്യങ്ങൾ എന്നിലേക്ക് അടിച്ചേൽപ്പിക്കുക. നമ്മൾ പണ്ട് ബ്രെയിൻ വാഷിംഗ് എന്ന് പറയും, മസ്തിഷ്ക പ്രക്ഷാളനം എന്ന് പറയും. ഞാൻ അറിയാതെ എനിക്ക് താല്പര്യമുള്ള മീഡിയത്തിലൂടെ അവർക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ എന്നിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന ഒരു പുതിയ കാലത്താണ്, അപകടകരമായ ഒരു കാലത്താണ് ജീവിക്കുന്നത്. നിങ്ങൾ നോക്കിക്കോ, സമൂഹ മാധ്യമങ്ങളിലൂടെ, ഹാൻഡിലുകളിലൂടെ പ്രചരിപ്പിക്കുന്ന ഈ പച്ചക്കള്ളങ്ങൾ, നുണകളാണ് പ്രചരിപ്പിക്കുന്നത്. എന്നിട്ട് ഇത് വിശ്വസിക്കുകയാണ് ആളുകൾ. നമ്മുടെ ഇന്ന് ഈ ആശയത്തിൻ്റെ പുറകെ പോകുന്ന പല കുടുംബങ്ങളിൽ ചെന്ന് നിങ്ങൾ സംസാരിക്കും, അവരപ്പെടുത്തു പറയും, കണ്ടില്ലേ വാട്സാപ്പിൽ മെസ്സേജ് കണ്ടില്ലേ, വാട്സാപ്പിലെ മെസ്സേജ് സത്യമാണെന്ന് ആ പാവങ്ങൾ വിശ്വസിക്കുന്നു. തെറ്റായ വാർത്തകളാണ്, വസ്തുതാ വിരുദ്ധങ്ങളായ വാർത്തകളാണ്, ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്യുന്ന സംഭവങ്ങളാണ്. നമ്മളറിയാതെ അത് നമ്മളെ സ്വാധീനിച്ച് നമ്മളെ ഈ നിലപാടെടുക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നു. അതാണ്. അപ്പോൾ പല മീഡിയ തന്നെ, എൻ്റയർ മീഡിയ ഹൗസസ് അതെല്ലാം കോർപ്പറേറ്റുകളെ ടേക്ക് ഓവർ ചെയ്തു. അവർക്ക് 25,000 50,000 കോടി രൂപയുടെ ബിസിനസ് എംപയർ ഉള്ള ആളുകളാണ് പത്രം നടത്തുന്നത്, ചാനൽ നടത്തുന്നത്. ED എന്ന് വെറുതെ സ്ലേറ്റിൽ പേരെഴുതി കാണിച്ചാൽ പേടിച്ചു പോകുന്ന ബിസിനസ്സുകാരാണ്. ഒരു റൈഡ് നടത്തിയാൽ അവൻ്റെ ബിസിനസ് മുഴുവൻ തകർന്നു പോകും. അപ്പോൾ അവൻ കോംപ്രമൈസ് ചെയ്യാണ്, സറണ്ടർ ചെയ്യാണ്, പേടിപ്പെടുത്തുകയാണ്, ഭീതിയാണ്. അതാണ് നമ്മുടെ മുമ്പിലുള്ളത്. പക്ഷേ ഇന്ത്യയിലെ ജനങ്ങളാണ് നമ്മുടെ പ്രതീക്ഷ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ജനങ്ങൾ നമ്മളിലൊക്കെ വളരെ ഉയരെയാണ് അവർ. ഞാൻ ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ നിങ്ങൾ കേട്ടാണ്, എല്ലാ പ്രസംഗത്തിലും ഞാൻ പറയുമായിരുന്നു, എൻ്റെ ഉള്ളിൽ എൻ്റെ മനസ്സ് എന്നോട് പറയുന്നത്, ഈ രാജ്യത്ത് ഈ അമിതാധികാരത്തിനെതിരായിട്ട് ഒരു സൈലന്റ് ട്രെൻഡ്, ഒരു നിശബ്ദമായ തരംഗമുണ്ട് എന്ന് വിശ്വസിക്കുന്നു എന്ന് എല്ലാ പൊതുയോഗങ്ങളിലും പറഞ്ഞ ഒരാളാണ് ഞാൻ. എല്ലാ പൊതുയോഗങ്ങളും എനിക്കൊരു ഇൻറ്റ്യൂഷൻ ഉണ്ടായി എന്ന്. ഞാനത് പറയാൻ കാര്യം, ഞാൻ വേറൊന്നുമല്ല, 47 വർഷം മുമ്പ് അടിയന്തരാവസ്ഥ കാലം ഉണ്ടായി. ആ അടിയന്തരാവസ്ഥ കാലത്ത് കോൺഗ്രസും ഇന്ദിരാഗാന്ധിയും അമിതാധികാരം പ്രയോഗിച്ചു എന്ന് ജനങ്ങൾക്ക് തോന്നി. അവർ ഇന്ദിരാഗാന്ധിയെ തോപ്പിച്ചു, കോൺഗ്രസിനെ തോപ്പിച്ചു. എത്ര കൊല്ലം മുമ്പ്? 47 കൊല്ലം മുമ്പ്. നിങ്ങൾ ഇപ്പോഴും പറയും ആ പാവങ്ങൾ നിരക്ഷരരാണെന്ന്, ഇല്ലിറ്ററേറ്റ് ആണെന്ന് പറയും. അവർക്ക് രാഷ്ട്രീയ ബോധം. 47 കൊല്ലം മുമ്പ് അവർ തോൽപ്പിച്ചു. 3 കൊല്ലം അവരൊരു ഓൾട്ടർനേറ്റീവ് കണ്ടു, പരീക്ഷിച്ചു. ആ ഓൾട്ടർനേറ്റീവ് ഫെയിൽ ചെയ്തു, ബദൽ ഫെയിൽ ചെയ്തു, കോൺഗ്രസിനെതിരായിട്ടുള്ള ബദൽ ഫെയിൽ ചെയ്തു. അപ്പോൾ അവർ കറക്റ്റ് ചെയ്തു. അവരെന്ത് ചെയ്തു? ഇന്ദിരാഗാന്ധിയെ തിരിച്ചു വിളിച്ചു. അതാണ് ഇന്ത്യയിലെ ജനങ്ങൾ. ഒരാളും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ഇന്ന് നിങ്ങൾ ആരെങ്കിലും കരുതിയോ? കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കും. ഈ രാമക്ഷേത്രം പണിതപ്പോൾ ഇവിടെ ഹരിദാസേട്ടൻ പറഞ്ഞു, പ്രാണപ്രതിഷ്ഠ നടത്തിയപ്പോൾ നമ്മളെല്ലാവരും കരുതിയത് എന്താ? UP-യിലെ ഹിന്ദുക്കൾ മുഴുവൻ ഇവരുണ്ടാക്കി വെച്ച ആ രാമൻ്റെ പുറകെ പോകും. നമ്മൾ വളരെ കുറച്ച് പേരെ പറഞ്ഞു. ഞാനൊന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു കമൻറ്റ് ചെയ്തു, ഹരിദാസേട്ടൻ പറഞ്ഞതുപോലെ, എൻ്റെ രാമൻ ഇപ്പോൾ അയോധ്യയിലല്ല നിൽക്കുന്നത്, ഹേ റാം എന്ന് പറഞ്ഞ് മഹാത്മാഗാന്ധി മരിച്ചു വീണ ബിർള മന്ദിരത്തിൻ്റെ വാതിൽക്കലാണ് എൻ്റെ രാമൻ നിൽക്കുന്നതെന്ന് പറഞ്ഞു. UP-യിലെ ജനങ്ങളും പറഞ്ഞത് അതാണ്. നമ്മൾ രാഷ്ട്രീയ നേതാക്കളാണ്, നമ്മൾ രാഷ്ട്രീയ പ്രവർത്തകരാണ്, നമുക്കത് പറയാൻ പറ്റും, നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ആ പാവങ്ങളെ മതപരമായ കാര്യങ്ങൾ പറഞ്ഞ്, ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് കബളിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അവരും ഇന്ത്യയിൽ പറഞ്ഞ മറുപടിയാണ്, ഇത് ഞങ്ങളുടെ രാമനല്ല,
ഇത് നിങ്ങളുടെ രാഷ്ട്രീയ രാമനാണ്. രാമന് ഞങ്ങൾക്ക് ഇഷ്ടമാണ്. രാമൻ ഞങ്ങളുടെ ഹൃദയത്തിലുണ്ട്. ഞങ്ങൾക്ക് മതപരമായ വിശ്വാസമുള്ളവരാണ്. ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്. രാമനെ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. അത് ഇവിടെ ചില ആളുകൾ അമ്പലത്തിൽ ഒരിക്കലും അമ്പലത്തിൽ പോകാത്തവർ വരെ അയോധ്യക്ക് ടിക്കറ്റ് എടുത്ത് പോകാൻ പോയവരാ. കേരളത്തിൽ ചിലർ ഇവിടെ അമ്പലത്തിൽ പോവില്ല, എന്നിട്ട് അയോധ്യക്ക് ടിക്കറ്റ് എടുത്ത് അവിടുത്തെ രാമനെ കാണാൻ വേണ്ടി. അവിടുത്തെ ജനങ്ങൾ പറഞ്ഞു, ഇത് ഞങ്ങളുടെയും രാമനല്ല. അതല്ലേ പ്രതീക്ഷ എന്ന് പറയുന്നത്, ഹോപ്പ് എന്ന് പറയുന്നത്. അതാ ഞാൻ നിരാശനായിട്ടുള്ള ഒരാളല്ല ഇതൊന്നും കണ്ടിട്ട്. എൻ്റെ പ്രതീക്ഷ ഈ തെരഞ്ഞെടുപ്പ് നമുക്ക് നൽകിയ ഒരു എനർജി എന്താ? സത്യത്തിൽ ആരാ ജയിച്ചത്? നമ്മളാണ് ജയിച്ചത്. നമ്മൾ തന്നെയാണ് ജയിച്ചത്. നമ്മുടെ ആശയമാണ് ജയിച്ചത്. ആ ആശയത്തെ തോപ്പിക്കാൻ ആർക്കും പറ്റില്ല, ഒരു ബുൾഡോസറിനും പറ്റില്ല. കാരണം നമ്മുടെ പാരമ്പര്യം ഏതാ? 1947 സ്വാതന്ത്ര്യം കിട്ടി ദിവസങ്ങൾക്കകം ബ്രിട്ടീഷുകാർ തന്നെ ഉണ്ടാക്കിയ കലാപം ഉണ്ടായപ്പോൾ പണ്ഡിറ്റ് നെഹ്റുവിന് ഒരു ഫോൺ സന്ദേശം പ്രധാനമന്ത്രിക്ക് കിട്ടി. എന്താണ്? ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു സർവകലാശാല, സാംസ്കാരിക കേന്ദ്രം ജാമിയ മില്ലിയ സർവകലാശാല കത്തിക്കാൻ ഒരു അക്രമ സംഘം പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ്. കേട്ട പാതി കേൾക്കാത്ത പാതി, പോലീസിനെ വിളിക്കാതെ പട്ടാളത്തെ വിളിക്കാതെ പണ്ഡിറ്റ് നെഹ്റു ആ സർവകലാശാലയ്ക്ക് മുമ്പിലേക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോയി നിന്നു. അത് കത്തിക്കാൻ തീപ്പന്തങ്ങളുമായി വന്ന അക്രമി സംഘം അമ്പരന്നു. മുമ്പിൽ നിൽക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആക്രോശിച്ചുകൊണ്ട് പറഞ്ഞു, ആരാടാ ഇത് ചെയ്യാൻ വരുന്നതെന്ന് ചോദിച്ചു. അവര് മാറി. കുറെ സമയം പതുങ്ങിയിരുന്നിട്ട് അവര് വീണ്ടും വന്നു. അപ്പോഴും നിൽക്കുകയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആ ജാമിയ മില്ലിയ സർവകലാശാലയ്ക്ക് മുന്നിൽ. പട്ടാളത്തിന്റെ അകമ്പടിയില്ലാതെ, പോലീസിന്റെ അകമ്പടിയില്ലാതെ ഇന്ത്യയിലെ ഒരു സാംസ്കാരിക കേന്ദ്രത്തിന്, ഇന്ത്യയിലെ ഒരു മതേതര സ്ഥാപനത്തിന് ഒരു രാത്രി മുഴുവൻ കാവലിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ പാരമ്പര്യമാണ് നമുക്കുള്ളത്. അതാണ് നമ്മുടെ പ്രതീക്ഷ, അതാണ് നമ്മുടെ കരുത്ത്, അതാണ് നമ്മുടെ പിൻബലം. നമുക്ക് പറയാനുള്ളത്, നമ്മൾ ഒരു വർഗീയ ശക്തികളുമായി നമ്മൾ കോംപ്രമൈസ് ചെയ്യില്ല. നോ കോംപ്രമൈസ്. അത് ഭൂരിപക്ഷ വർഗീയതയാണെങ്കിലും ന്യൂനപക്ഷ വർഗീയതയാണെങ്കിലും അവര് പരസ്പരം പാലൂട്ടി വളർത്തുന്ന ശത്രുക്കളാണ്. ഒരുത്തന്റെ നിലനിൽപ്പ് മറ്റവന്റെ ഇവൻ കുഴപ്പം കാണിച്ചാലാണ് മറ്റവന് സാധ്യതയുള്ളൂ, മറ്റവൻ കുഴപ്പം കാണിച്ചാലാണ് ഇവന് സാധ്യതയുള്ളൂ. ഇവർ അപകടകാരികളാണ് എന്ന് എല്ലാവരും തിരിച്ചറിയണം. ഇവര് പരസ്പരം സഹായിച്ചുകൊണ്ട് പാലൂട്ടി വളർത്തുന്ന ശത്രുക്കളാണ്. ആ ഒരു തരത്തിലുള്ള വർഗീയതയുമായി നമ്മൾ കോംപ്രമൈസ് ചെയ്യത്തില്ല. ഇനി കേരളത്തിലെ കോൺഗ്രസിന്റെ ആശയത്തിൽ വെള്ളം ചേർക്കാൻ ഒരു തരത്തിലും നമ്മളാരും സമ്മതിക്കില്ല. നമ്മൾ ആരും ഒരുമിച്ച് നിൽക്കും. പഴയ ആശയമാണ്, ഔട്ട്ഡേറ്റഡ് ആണ് എന്ന് പറയുന്നില്ല. ഇത് കാലാതിവർത്തിയായ ആശയമാണ്. സൂര്യചന്ദ്രന്മാർ ഉള്ള കാലത്തോളം ഈ രാജ്യം ഇന്ത്യ ജീവിക്കണമോ മരിക്കണമോ എന്നുള്ള ചോദ്യത്തിന്റെ മുന്നിൽ ഇന്ത്യ ജീവിക്കണമെന്നാണ് ഉത്തരം കൊടുക്കുന്നതെങ്കിൽ അതിനെ പ്രതിരോധിക്കാനുള്ള ആശയം ഇത് മാത്രമാണ്, ഇത് തന്നെയായിരിക്കും. കേവലം ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി ഈ ആശയങ്ങളിൽ ഒരു കാരണവശാലും വെള്ളം ചേർക്കില്ല. തെരഞ്ഞെടുപ്പ് ജയവും പരാജയവും ഒക്കെ വരും. തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി നമ്മൾ വെള്ളം ചേർത്താൽ പിന്നെ രാജ്യം ഉണ്ടാവില്ല. അപ്പൊ ഈ പോരാട്ടം, അസഹിഷ്ണുതയ്ക്കെതിരായിട്ടുള്ള ഈ പോരാട്ടം, നിരന്തരമായ നമ്മുടെ പോരാട്ടം, ആ പോരാട്ടത്തിനുള്ള ഒരു എപ്പോഴും ഒരു ഐഡിയോളജിക്കൽ ബേസ് ഉണ്ടാകണം. നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്, ഏത് മഹിതമായ ഒരു ആശയത്തിന്റെ കുടുക്കിയിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളൊരു ബോധ്യം വേണം. ഇവിടെ ശ്രീ ആര്യാടൻ ഷൗക്കത്തും ശ്രീ വീക്ഷണം മുഹമ്മദും ഈ മനോഹരമായ പരിപാടി നടത്തിയതിലൂടെ അവർ നൽകുന്ന സന്ദേശം, പ്രിയങ്കരനായ അബ്ദുറഹ്മാൻ സാഹിബിന്റെ ചെയറിന്റെ നാമധേയത്തിൽ നടത്തുന്ന സന്ദേശം അതാണ്. നമുക്ക് ഉറച്ചു നിൽക്കാൻ, നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ, നമുക്ക് രാജ്യത്തെ പ്രതിരോധിക്കാൻ, രാജ്യത്തിന് വേണ്ടി പോരാടാൻ നമുക്കൊരു ഐഡിയോളജി ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. ഞാൻ അവരെ എല്ലാവരെയും, ആ ടീമിനെ മുഴുവൻ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഇങ്ങനെയൊരു മനോഹരമായ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ സമാപന സെഷൻ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി.